സാഹിത്യാലയത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം ആർ രാജശ്രീ ടീച്ചർ എഴുതിയ ആത്രേകം എന്ന് പറയുന്ന ഒരു നോവലാണ്. മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏകദേശം 450 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന അതിമനോഹരമായ നോവലിലൂടെ അനുവാചകരെ കീഴടക്കിയ ആർ രാജശ്രീ ടീച്ചർ എഴുതിയ രണ്ടാമത്തെ നോവലാണ് ആത്രേകം. നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ വായിച്ചിട്ടില്ലാത്ത മറ്റൊരു മഹാഭാരതം സൃഷ്ടിക്കുകയാണ് ഇവിടെ രാജശ്രീ ടീച്ചർ ചെയ്യുന്നത്. പാഞ്ചാല മഹാരാജാവായ ദ്രുപദൻ അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനായ നിരമിത്ര രാജകുമാരന് ദശാർണ രാജാവിന്റെ മകളുമായി വിവാഹം നിശ്ചയിക്കുന്നു. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ തന്നെ ദശാർണ രാജകുമാരി കിടപ്പറ വിട്ട് ഇറങ്ങിപ്പോകുന്നു. ദശാർണം അപമാനിതമാകുന്നു. പാഞ്ചാലവുമായി ദശാർണം യുദ്ധം പ്രഖ്യാപിക്കുന്നു. തന്റെ മകൻ ഒരു ശിഖണ്ഡിയാണെന്ന് തിരിച്ചറിയുന്ന ദ്രുപദ മഹാരാജാവ് നീയൊരാണാണോ എന്ന ചോദ്യത്തോടുകൂടെ സ്വന്തം മകന്റെ മുമ്പിൽ വെച്ച് അമ്മയെ ക്രൂരമായി ഭോഗിച്ച് കാണിച്ചു കൊടുക്കുന്നു. അത് ആ അമ്മയ്ക്കും മകനും നൽകിയ ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു അത്. അപമാനഭാരത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകിയ നിരമിത്ര രാജകുമാരൻ പാഞ്ചാലം വിട്ട് മരുന്നിന്റെ ഗന്ധമുള്ള അശരണരും രോഗികളും കൊണ്ടു തള്ളപ്പെടുന്ന ആത്രേകം എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തേക്ക് നാട് വിട്ടു പോകുന്നു. ആത്രേകത്തിൽ നിരമിത്ര രാജകുമാരനെ കാത്തിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ കന്യാകത്വം പോലും തിരിച്ചു നൽകാൻ ശേഷിയുള്ള ചൂടകൻ എന്ന് പറയുന്ന വൈദ്യനും അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ഇളയുമായിരുന്നു. ഇളയുടെയും ചൂടകന്റെയും അതിവിദഗ്ധമായ ചികിത്സയിലൂടെ പൗരുഷം വീണ്ടുകിട്ടുന്ന നിരമിത്ര രാജകുമാരൻ ദശാർണത്ത് പോയി അവരുടെ പരീക്ഷയിൽ വിജയിതനാകുന്നു. 5 പുരുഷന്മാരോടൊത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ വൈകാരികമായ തലങ്ങൾ ഈ നോവലിൽ നമ്മോട് പറയുന്നുണ്ട്. ദ്രൗപദി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അർജുനെയായിരുന്നു. എന്നാൽ അർജുനാവട്ടെ സ്നേഹിച്ചിരുന്നത് സുഭദ്രയെയും. സുഭദ്രയുമൊത്തുള്ള അർജുനന്റെ ആദ്യ രാത്രിയിൽ കിടപ്പറക്ക് മുമ്പിൽ പോയി നിന്ന് തീയിൽ വീണ പാമ്പിനെ പോലെ ഉയറുകയും പൊട്ടിത്തെറിക്കുകയും നെഞ്ചമർത്തി കരയുകയും ചെയ്യുന്ന ദ്രൗപദിയെ നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കും. അർജുനോടുള്ള ദ്രൗപദിയുടെ പ്രണയം അവളുടെ മുലക്കച്ചയിൽ കെട്ടിയ പാമ്പിനെ പോലെ അവളിൽ വിഷം നിറച്ചുകൊണ്ടേയിരുന്നു. ധർമാധർമ്മ പക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ധർമ്മപക്ഷത്തിരുന്ന പലരും അധർമ്മപക്ഷത്തേക്ക് പോകുന്നു ഈ നോവലിൽ. സ്വന്തം അച്ഛനാൽ ബലിമൃഗമാക്കപ്പെട്ട ഈരവാന്റെ കഥയുണ്ട് ഇതിൽ. പാണ്ഡവരുടെ മോഹവാഗ്ദാനങ്ങളിൽപ്പെട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ പിടഞ്ഞു വീണ ഘടോത്കചന്റെ കഥയുണ്ട് ഇതിൽ. ചിത്രാംഗതയോടും മക്കളോടും ചെയ്ത ക്രൂരതയുടെ കഥയുണ്ട് ഇതിൽ. ഇത് ജയിച്ചവരുടെ മഹാഭാരതമല്ല, തോറ്റവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കൂടെയാണ് ഈ മഹാഭാരതമെന്ന് ആർ രാജശ്രീ ടീച്ചർ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നു. വായിക്കുക ആർ രാജശ്രീ ടീച്ചറുടെ ആത്രേകം. നന്ദി, നമസ്കാരം.